തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിണൂർ വാർഡിലെ UDF സ്ഥാനാർത്ഥിയെടുത്താണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. പേര് സുഭാഷ് എന്നാണ്. സുഭാഷ് വല്ല അഡീഷണൽ പേര് വല്ല ബി സുഭാഷ്. പൊതുരംഗത്ത് സ്ഥിരമായിട്ടുണ്ടെന്ന് മനസ്സിലായി. പൊതുരംഗത്ത് സ്ഥിരമായിട്ട് ഉണ്ട്. ഏകദേശം 40 വർഷം. തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ പല പ്രാവശ്യം മത്സരിച്ചു. ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ഈ കിണൂർ വാർഡിൽ വരുന്ന ഏകദേശം 80% സ്ഥലവും കുടപ്പനക്കുന്ന് പഞ്ചായത്തിന്റെ ഭാഗമാണ്. ബാക്കി ഏകദേശം 20%-നകത്ത് മാത്രമാണ് നേരത്തെ കോർപ്പറേഷനിലുണ്ടായിരുന്ന കേശവസ്വരം വാർഡിൽ നിന്ന് കൂട്ടിച്ചേർത്തത്. താങ്കൾ വിജയിച്ച് വരുന്ന 5 വർഷക്കാലം വിജയിച്ച് വരികയാണ് 5 വർഷക്കാലം. ഈ വാർഡിലേക്ക് താങ്കൾ ചേർന്ന ഡ്രീം പ്രോജക്ട്, പ്രകടന പത്രികയല്ല, ഡ്രീം പ്രോജക്ട് മനസ്സിൽ കാണും. നാട്ടുകാരനാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കി കാണും. അതെന്തായിരിക്കും? ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2010 നഗരസഭയോട് കൂട്ടിച്ചേർത്ത പഞ്ചായത്താണ് കുടപ്പനക്കുന്ന്. അന്ന് 5 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തിരുന്നു. വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന്, ശ്രീകാര്യം, കഴക്കൂട്ടം, വിഴിഞ്ഞം. പിന്നെ പഞ്ചായത്തായിരുന്നപ്പോൾ ഉള്ള ബിൽഡിംഗ് ടാക്സിന്റെ 10 മടങ്ങാണ് ടാക്സ് ആയിട്ട് മേടിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലും കൂടുതലാണ്. അതങ്ങനെ ആയിരിക്കും. അതെ. എന്നാൽ അവിടെ വേറൊരു വിഷയമുണ്ട്. ആ ടാക്സ് കൂടുതൽ വാങ്ങിക്കുന്നതിനുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കൂട്ടിച്ചേർത്ത പഞ്ചായത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രെയിനേജ് സംവിധാനം പഞ്ചായത്ത് നഗരസഭയോട് കൂട്ടിച്ചേർത്തിട്ട് ഇപ്പൊ ഏകദേശം 15 വർഷം വന്നു. സംവിധാനമേ ഇല്ല. നഗരസഭയോട് കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകളിലൊന്നും ഡ്രെയിനേജ് സംവിധാനം ഇല്ല. കിണവൂർ വാർഡിന്റെ ചില പ്രദേശങ്ങൾ, ഉള്ളിലോട്ട് കടന്ന പ്രദേശങ്ങൾ പോയി കണ്ടാൽ വിഷമം തോന്നും. കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കൊച്ചു വഴികളും പിന്നെ ശോചനീയമായ അവസ്ഥയിൽ കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ദുർഘടാവസ്ഥയിലുള്ള ഇടവഴികളും റോഡുകളും കൊണ്ട് എന്താ പറയുക ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകൾ. ഇതിനൊക്കെ കഴിയുന്നിടത്തോളം എന്റെ എന്താ പറയുക പരിമിതികളുണ്ട്, കഴിയുന്നിടത്തോളം പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ പദ്ധതികൾ പുതിയ പദ്ധതി സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് എന്താ പറയുക എല്ലാവർക്കും എപ്പോഴും സൗകര്യം കിട്ടത്തക്ക രീതിയിൽ ആരോഗ്യരംഗത്ത് സമൂലമായ മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസ രംഗത്തും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. മയക്കുമരുന്നിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രചരണവും മറ്റു കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളുമായി യോജിച്ച് കഴിയുന്നിടത്തോളം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുൻതൂക്കം കൊടുക്കും. എല്ലാവരും ശേഷം. താങ്ക് യു. Chipmunks,